കുട്ടികളെ സന്തോഷത്തോടെ എഴുന്നേൽപ്പിക്കാൻ പറ്റിയ 4 വഴികളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കുട്ടികളെ രാത്രി ഉറക്കുമ്പോൾ പഴയകാലം മുതൽ പാരമ്പര്യമായി ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവ രീതിയാണ് കുട്ടികളെ ഭയപ്പെടുത്തി ജീവികളൊക്കെ കാണിച്ചു അതിൻ്റെ പേരൊക്കെ പറഞ്ഞ് നമ്മൾ കുട്ടികാരിച്ച് ഉറക്കുക. ഇതൊക്കെ കുട്ടികൾക്ക് നല്ല ഉറക്കം ലഭിക്കുന്നതിന് തടയും എന്നുള്ളത് മാത്രമല്ല, കുട്ടികളിൽ എപ്പോഴും അവരുടെ മനസ്സിൽ പേടി എപ്പോഴും ഉണ്ടാകും. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. കുട്ടികൾക്ക് സന്തോഷമുണ്ടാക്കുന്ന വാക്കുകൾ, നല്ല പാട്ടുകൾ, വളരെ ശാന്തരായ രൂപത്തിൽ കുട്ടികളെ സന്തോഷപ്പെടുത്തി കുട്ടികൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. നല്ല കുട്ടികൾ നേരത്തെ ഉറങ്ങുകയും നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യും. മടിയില്ലാതെ സ്കൂളിൽ മദ്രസയിൽ പോകുന്ന കുട്ടികളായിരിക്കും. എൻ്റെ മോനും അതുപോലെ നല്ല കുട്ടിയാണ്. അതുകൊണ്ട് നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുക. ആ പറഞ്ഞ വാക്ക് കുട്ടിയുടെ മനസ്സിൽ പതിയുകയും ആ രാവിലെ നമ്മൾ എഴുന്നേൽപ്പിക്കുമ്പോൾ കുട്ടി പെട്ടെന്ന് ഉണരുകയും ചെയ്യും. ആദ്യത്തേതാണ് നമ്മൾ പറഞ്ഞ കൺസിസ്റ്റൻറ്റ് സ്ലീപ്പ് റൊട്ടീൻ. ബയോളജിക്കൽ ക്ലോക്കുമായി കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടിയെ ഉറക്കുമ്പോൾ ഒരു കൃത്യമായ സമയത്ത് നമ്മൾ 10 മണിക്കാണ് ഉറക്കുന്നതെങ്കിൽ അങ്ങനെ ഒരാഴ്ച തുടർന്നാൽ കുട്ടി എല്ലാ ദിവസവും 10 മണിക്ക് ഉറങ്ങുകയും മദ്രസയിൽ പോകുന്നതിന് മുമ്പ് കൃത്യമായ സമയത്ത് എഴുന്നേൽക്കുകയും ചെയ്യും. ആ ഒരു ശരിയായ രൂപത്തിൽ റൊട്ടീൻ നമ്മൾ സെലക്ട് ചെയ്താൽ. രണ്ടാമതാണ് ജെന്റൽ പിക്കപ്പ്. അതായത് കുട്ടികളെ നമ്മൾ എഴുന്നേൽപ്പിക്കുമ്പോൾ വളരെ ശാന്തരായ ശബ്ദത്തിലൂടെ കുട്ടികളെ അടുത്ത് ചെന്ന് തലയോടി കുട്ടികളെ പെട്ടെന്ന് എഴുന്നേൽപ്പിക്കുക കൊണ്ടുപോകുന്നതിന് പകരം പതുക്കെ പതുക്കെ ഉറക്കിൽ നിന്ന് ഉണർവിലേക്ക് കൊണ്ടുവന്ന് തലയോടി കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത്, എപ്പോഴും സാധിക്കുമോ എന്ന് ചില രക്ഷിതാക്കൾ ചോദിക്കും. അങ്ങനെ സാധിക്കില്ലെങ്കിലും ഇതിനോട് തുല്യമാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക. കുട്ടികളെ ശാന്തരായ രൂപത്തിൽ നമ്മൾ ഉണർവിലേക്ക് കൊണ്ടുവന്ന്. മൂന്നാമത്തതാണ് മോർണിംഗ് മോട്ടിവേഷൻ. കുട്ടികളോട് നമുക്ക് പറയാം, മോൻ മദ്രസയിൽ അല്ലെങ്കിൽ സ്കൂളിൽ പോയി വന്നാൽ നല്ല ഭക്ഷണം കഴിക്കാം. മദ്രസയിൽ പോയാൽ അവിടെ കളിക്കാനുണ്ടാവും, കൂട്ടുകാർ കാത്തുനിൽക്കുന്നുണ്ടാവും, അവിടെ അധ്യാപകർ കാത്തുനിൽക്കുന്നുണ്ടാവും. മോൻ നല്ല ഉഷാറായി പഠിക്കുന്ന മോനാണല്ലോ, മടിയില്ലാതെ പോകണം. ഇങ്ങനെ നല്ല വാക്കുകൾ രാവിലെ തന്നെ പറഞ്ഞ് കുട്ടികളെ പറഞ്ഞേക്കുക. മോശമായ, ശകാരിക്കുന്ന, ദേഷ്യം പിടിക്കുന്ന രൂപങ്ങൾ പരമാവധി രാവിലെ തന്നെ ഒഴിവാക്കുക. കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. നല്ല തുടക്കം നന്നായാലും മുടക്കം വരില്ല. കുട്ടിയുടെ പഠനത്തിൻ്റെ തുടക്കമാണ് ഈ മദ്രസ എന്ന് പറയുന്നത്. അതുകൊണ്ട് നല്ല രൂപത്തിൽ വൃത്തിയോടുകൂടെ വളരെ പോസിറ്റീവ് സ്ട്രോക്സുകൾ കൊടുത്ത് കുട്ടികളെ പറഞ്ഞേക്കുക. നാലാമത്തതാണ് പോസിറ്റീവ് വേർഡ്സുകൾ. കുട്ടികളെ ഉണർത്തുമ്പോൾ സ്വാഭാവികമായി നമ്മൾ പോത്തെ, കുതിര ഇങ്ങനെ തുടങ്ങിയ മോശപ്പെട്ട വാക്കുകൾ നമ്മൾ ദേഷ്യം പിടിക്കുമ്പോൾ കുട്ടികൾ ഉണരാത്ത സമയത്ത് അവിടെ ഒരു കാര്യം കൂടി, നമ്മൾ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. നമ്മൾ വൈകി പിന്നെ ഉറങ്ങിപ്പോയി എഴുന്നേൽക്കുന്നു, പെട്ടെന്ന് മദ്രസ തുടങ്ങാനുള്ള സമയമായി അല്ലെങ്കിൽ സ്കൂളിൽ പോകാനുള്ള സമയം അടുത്തിരിക്കുന്നു. നമ്മളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റിന് നമ്മൾ കുട്ടിയെ പഠിപ്പിക്കുകയാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. കുട്ടിയുടെ തെറ്റ് അവിടെ ഇല്ല എന്നുള്ളതാണ്.